വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. കഴിഞ്ഞ ഒരാഴ്ച അസഭ്യ വർഷങ്ങളുടെ ആഴ്ചയായിരുന്നു. ജിൻഡോയും ഗബ്രിയും ജാൻമണിയും എല്ലാം അതിൽ ഉൾപ്പെടും. വളരെ മോശം വാക്കുകളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഉപയോഗിച്ചത്. ഇതിനെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലാലേട്ടൻ ഒരു ഗെയിമായി 18+ എന്ന ലോക്കറ്റുള്ള മാലകൾ നൽകുകയും ഓരോരുത്തരും വന്ന് അതെടുത്ത് അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ കഴുത്തിലിടാനും പറയുകയാണ്. ഏറ്റവും കൂടുതൽ മാലകൾ ലഭിച്ചത് ജിൻഡോയ്ക്കും ഗബ്രിക്കുമാണ്. ഉടനെ തന്നെ ലാലേട്ടൻ ഹോസ്റ്റ് എന്ന പവർ ഉപയോഗിച്ച് രണ്ടുപേരെയും പുറത്താക്കണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ പ്രധാന വാതിലിലൂടെ ജിൻഡോയും ഗബ്രിയും പുറത്തു വരണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ഗബ്രി എന്ന് വിളിച്ച് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ജാസ്മിനെയും പ്രധാന വാതിലിലൂടെ ജിൻഡോയും ഗബ്രിയും പുറത്തു കടക്കുന്നതും പ്രൊമോയിൽ കാണാം. ഈ പ്രൊമോ വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ. പ്രൊമോയിൽ കാണുന്നത് പലതും എപ്പിസോഡിൽ വരുമ്പോൾ കാണാറില്ലെങ്കിലും ഇത് സത്യമാവാനാണ് ചാൻസ് എന്നാണ് കൂടുതൽ പ്രേക്ഷകരും കരുതുന്നത്. ഇതിനു മുമ്പൊരു സീസണിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ പവർ ഹോസ്റ്റ് എന്ന പവർ ഉപയോഗിച്ച് തനിക്ക് ആരെ വേണമെങ്കിലും സ്പോട്ടിൽ എവിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്ന് ആ പവർ ലാലേട്ടൻ ഉപയോഗിക്കുമോ എന്ന് കണ്ടറിയാം. നോറയും റസ്മിനും ജാസ്മിനും ഗബ്രിയും പുറത്ത് വെച്ച് പ്ലാൻ ചെയ്താണ് അകത്ത് വന്ന് കളിച്ചതെന്ന് ജിൻഡോ പലതവണയായി ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമൂലമാണ് ജിൻഡോയെ പുറത്താക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. കൂടാതെ ബിഗ് ബോസിന് ജാസ്മിനോട് ഒരു ചെറിയ ഫേവറിസം ഉണ്ടെന്നും അവളുടെ ഗെയിം നന്നാവാൻ വേണ്ടി ഗബ്രിയെ പുറത്താക്കുന്നതാണെന്നും ചിലർ പറയുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടിയ സൂചനകൾ അനുസരിച്ച് ജിൻഡോയും ഗബ്രിയും തിരിച്ചു വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും യമുന എവിക്റ്റായി എന്നുമാണ് അറിയുന്നത്.